നല്ല രസമുള്ളൊരു ഫിലിമാണ് ഷീപ്പ് ഡിറ്റക്റ്റീവ്സ്. അതായത് ഒരു ആർട്ടിഡയൻ, നമ്മുടെ ഹ്യൂഗ് ജാക്ക്മാനാണ് ആർട്ടിഡയനായിട്ട് വരുന്നത്. അപ്പോൾ ആർട്ടിഡയൻ ഒരു മിസ്റ്റീരിയസ് സർക്കംസ്റ്റൻസിൽ കൊല്ലപ്പെടുന്നു. അതിനെ ആടുകൾ അന്വേഷിക്കുന്നത്, അല്ലെങ്കിൽ ചെമ്മരി ആടുകൾ അന്വേഷിക്കുന്നതൊക്കെയാണ് ആ കഥ വരുന്നത്. അപ്പോൾ നോർമലി ഒരു ഭയങ്കര എങ്ങനെ അത് എക്സിക്യൂട്ട് ചെയ്യും സ്ക്രീനിൽ എന്നൊക്കെ നമുക്ക് വിചാരിച്ച് ഇരിക്കുന്നുണ്ട്. പക്ഷെ പല മാസ് പരിവേഷമൊക്കെ വരുന്ന രീതിയിലാണ് ഒരുക്കിയിട്ടുള്ളത്. നല്ല രസമായിട്ട് ഒരു സിമ്പിൾ മൂഡിൽ കണ്ടിരിക്കാൻ പറ്റിയ ഒരു മർഡർ മിസ്റ്ററി മൂവിയാണ് ഷീപ്പ് ഡിറ്റക്റ്റീവ്സ്. അപ്പോൾ ഇതിലെ ആടുകളാണ് പറഞ്ഞല്ലോ, ഷീപ്സാണ് ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ്. ഒരു 1.25 മണിക്കൂറോളം ദൈർഘ്യം ഈ പടത്തിനുള്ളൂ. അപ്പോൾ ആ ദൈർഘ്യം അത്രയും ഒരു രസമായിട്ട് ഇങ്ങനെ ഒറ്റ ഇരിപ്പിൽ കണ്ടിരിക്കാൻ പറ്റിയ രീതിയിലാണ് പടം ഒരുക്കിയിട്ടുള്ളത്. ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒന്നും തന്നെ ഇരുന്നില്ല, സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞു പോകുന്നത്. പക്ഷെ അതൊരു ഷീപ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് പറഞ്ഞു പോകുന്നത് മാത്രം. ഇപ്പം ആളുകൾ ഷീപ്സ് പല പോയിന്റ് ഓഫ് വ്യൂവിലാണല്ലോ കാണുന്നത്. അപ്പോൾ ഷീപ്സ് അറിയാലോ, അത്ര വലിയ ബുദ്ധിയുള്ള മൃഗങ്ങളൊന്നും അല്ല. പക്ഷെ എന്നാൽ പോലും അവരുടെ ഒരു ആത്മാർത്ഥത, അവരുടെ യജമാനോടുള്ള സ്നേഹം, അതൊക്കെ കാണിച്ചുകൊണ്ട് അവർ അന്വേഷിക്കുന്നതാണ് പടം. അപ്പോൾ രസമായിരുന്നു. ഇപ്പോൾ ഇതിൽ അവസാനത്തെ റിവ്യൂലും കൊള്ളമായിരുന്നു. നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റിയൊരു ഫിലിമായിട്ടാണ് ഷീപ്പ് ഡിറ്റക്റ്റീവ്സ് എനിക്ക് തോന്നിയത്. ഇത് OTT റിലീസ് ഇപ്പോൾ ആയി, പ്രൈം മൂവീസിലാണ് ഇത് വരുന്നത്. പക്ഷേ എന്നാൽ പോലും അതെനിക്കൊന്ന് റെൻറ്റ് ആയിട്ടാണുള്ളത്, ടൊറൻറ്റ് വഴിയാണ് കണ്ടത്. പക്ഷേ എന്നാൽ പോലും കണ്ടിരിക്കാൻ പറ്റിയ രീതിയിൽ നല്ല രീതിയിലൊരു ഒരുക്കിയിട്ടുള്ള ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിട്ടാണ് ഷീപ്പ് ഡിറ്റക്റ്റീവ്സ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ഒരു ക്രൈം മിസ്റ്ററി, മർഡർ മിസ്റ്ററി ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കണ്ടു നോക്കാം. മാത്രമല്ല ഒരു ഫീൽ ഗുഡ് മർഡർ മിസ്റ്ററി എന്നുള്ള ഒരു ജോണർ എന്ന് കണക്കാക്കാം. അപ്പം അങ്ങനെ കണ്ടിരിക്കാൻ പറ്റിയ ഫിലിമാണ് ഷീപ്പ് ഡിറ്റക്റ്റീവ്സ്. കണ്ടു നോക്കുക, നല്ല രസമാണ്, ഇഷ്ടപ്പെടും.